ട്രെയിനിൽ യുവാവിനെ കടിച്ചത് പാമ്പ് തന്നെയെന്ന സ്ഥിരീകരണം. യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടേഴ്സ് അറിയിച്ചു. മധുര ഗുരുവായൂർ എക്സ്പ്രസിൽ കോട്ടയം ഏറ്റുമാനിൽ വെച്ചാണ് മധുര സ്വദേശി യുവാവിന് കടിയേറ്റത്. ടോബി ജോൺസൺ കോട്ടയത്ത് ചേർന്നു. ടോബി, എലിയല്ല പാമ്പ് തന്നെയെന്ന സ്ഥിരീകരണം, വിശദാംശങ്ങൾ. സുഹൈൽ, കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇത് സ്ഥിരീകരിച്ചത്. പാമ്പ് തന്നെയാണ് കടിച്ചതെന്നുള്ളൊരു വിവരം തന്നെയാണ് അവിടുന്ന് ലഭിക്കുന്നത്. ഏതായാലും ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. യുവാവിന്റെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ, ബ്ലഡ് ടെസ്റ്റ് അടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഫലം പറയേണ്ടതുണ്ട്. രാവിലെ ഈ സംഭവം നടന്നതിന് ശേഷം റെയിൽവേയുമായി ബന്ധപ്പെട്ടപ്പോൾ അവിടെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് എലിയാകാനുള്ള സാധ്യതയാണ്. കാരണം പാമ്പ് അങ്ങനെ കയറാനുള്ള സാധ്യതയില്ല എന്നാണ്. ഈ ബോഗി മുഴുവനായും റെയിൽവേ പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചിരുന്നു. എന്നാൽ പാമ്പിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷമാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിയത്. ഏതായാലും അതിനുശേഷം ആളുകളെ മാറ്റി ആ ബോഗി സീൽ ചെയ്തതിനു ശേഷമാണ് ട്രെയിൻ യാത്ര തുടർന്നത്. രാവിലെ 9:30യോടുകൂടി ഏറ്റുമാനൂരിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തോ കാലിൽ കടിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നി, യുവാവിന് തോന്നി. ഉടൻ തന്നെ അദ്ദേഹം ആളുകളോട്, കൂടെ ഉണ്ടായിരുന്ന ആളുകളോടൊക്കെ പറയുകയായിരുന്നു. സമീപത്തിരുന്നവർ, ഒപ്പം ഇരുന്ന ആളുകളാണ് ഈ പാമ്പിനെ കണ്ടത്. അങ്ങനെയാണ് ഇത് പാമ്പാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ച് ഇദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ളൊരു വിവരം കൂടി നമുക്കിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സുഖേലി, ശരി, ടോബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പാമ്പല്ല, എലിയാണെങ്കിലും അത് വീഴ്ച തന്നെയാണ്. പക്ഷേ പാമ്പാണെന്ന് സ്ഥിരീകരിച്ചു.